ഹായ് ഓൾ. കഴിഞ്ഞ കുറച്ച് വീഡിയോയിൽ നമ്മൾ എന്താണ് ADHD, എന്തിനാണിത് ഡയഗ്നോസ് ചെയ്യേണ്ടത്, അവരനുഭവിക്കുന്ന സ്ട്രഗിൾസ് എങ്ങനെയാണെന്നുള്ളതിനൊക്കെ വളരെ ബ്രീഫായിട്ടുള്ള രീതിയിൽ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് പേരെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളൂ എങ്കിലും കുറേ അധികം റെസ്പോൺസസ് വന്നിട്ടുണ്ട്. ആ റെസ്പോൺസസിലൊക്കെ കുറേ ആളുകൾ പറയുന്നത് എനിക്കും ADHD ഉണ്ടോ എന്ന് സംശയമുണ്ട്, എനിക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ചില ആളുകൾ ജെനുവിനായിട്ട് ഇപ്പോൾ ഇങ്ങനൊരു സിംറ്റം എനിക്ക് തോന്നുന്നുണ്ട്, ഇത് ADHDയുടെ ഭാഗമാണോ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ, ഒരുപാടൊന്നും പറയാനും പറ്റില്ല, പക്ഷേ എണ്ണം പറയും നമ്മളെ കൈകളിലെണ്ണാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യുക, അപ്പം ഒരു ഗ്രൂപ്പ് ഞങ്ങൾ കാണിച്ചു തന്നിട്ട് ഇതിലാർക്കൊക്കെ ADHD ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ADHD എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യേണ്ടത്, നമുക്ക് സെൽഫ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമോ, ഗൂഗിൾ നോക്കിയാൽ നമുക്ക് ADHD ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുമോ? ആ ഡയഗ്നോസിസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്താണ് ADHDയുടെ സിംറ്റംസ്, എങ്ങനെയാണ് നമുക്കിതിനെ മനസ്സിലാക്കാൻ പറ്റും? ADHD എന്ന് പറയുന്നത് ക്യാരക്ടറൈസ് ചെയ്യുന്നത് സാധാരണ 3 ഫീച്ചേഴ്സ് വെച്ചിട്ടാണ്: ഇനറ്റൻഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിവിറ്റി. ഒരുപാട് ക്ലിനിഷ്യൻസ് ഇമോഷണൽ റെഗുലേഷനും കൂടെ ADHDയുടെ ഒരു ഭാഗമാണ് എന്ന് പറയുന്നവരുണ്ട്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളെല്ലാവരും, ഒട്ടുമിക്ക ആളുകളും ഇതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഇനറ്റൻറ്റീവാണ്, ചില സമയത്ത് ഇമ്പൾസീവാണ്, ചില സമയത്ത് ഹൈപ്പർ ആക്റ്റീവാണ്. പിന്നെ എങ്ങനെയാണ് ഇത് ADHD ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ പറയുകയാണെങ്കിൽ ഈ ഇമോഷൻസൊക്കെ അല്ലെങ്കിൽ ഇതുപോലുള്ള ക്യാരക്ടറിസ്റ്റിക്സൊക്കെ ADHD ഉള്ള ആൾക്ക് കുറച്ചുകൂടെ എക്സ്ട്രീം ലെവലിലായിരിക്കും. സാധാരണ ന്യൂറോട്ടിപ്പിക്കൽ ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നതിനേക്കാൾ എക്സ്ട്രീം ലെവലിലുള്ള ഇഷ്യൂസ് ആയിരിക്കും, ഈ ക്യാരക്ടേഴ്സ് ആയിരിക്കും അവർ കൂടുതൽ പ്രകടിപ്പിക്കും. ഈ ക്യാരക്ടറിസ്റ്റിക്സൊക്കെ വളരെ ചെറുപ്പം മുതൽ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് പല കുട്ടികളിലും കാണാൻ കഴിയും. ആൻഡ് വളർന്ന് വലുതാവുമ്പം പലതരത്തിൽ അവർ ജീവിച്ച് വരുന്ന സാഹചര്യങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് അവരതിനെ മോൾഡ് ചെയ്ത് ചിലപ്പോൾ അഡൽട്ട്ഹുഡിലേക്കും ഇതേ സിറ്റുവേഷൻ തന്നെ തിരിച്ചെത്തും. ADHD എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ലൈഫ് സ്പാനിൽ നീണ്ടു നിൽക്കുന്നൊരു കണ്ടീഷനായിട്ട് മാറാം. ചെറുപ്പത്തിൽ കുട്ടികളിൽ മാത്രമല്ല, അഡൾട്ട്സിലും ഒരുപാട് വരും. അഡൾട്ട്സിൽ അവരെങ്ങനെയാണോ ചെറുപ്പത്തിലുള്ള ചെറുപ്പത്തിൽ നിന്ന് അഡൽട്ട്ഹുഡിലേക്ക് എത്തുന്ന സമയത്ത് അവരുടെ ട്രാൻസിഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് അവരുടെ ലൈഫിനെ ഇത് ഡിഫറെൻറ്റ് രീതിയിലാണ് ബാധിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ADHD ഉണ്ടോ എന്നറിയാൻ പറ്റുക? ഓക്കെ, ശരി, എല്ലാവർക്കും ഇല്ല, എന്നാൽ ചിലവർക്കുണ്ട്. ഈ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ എങ്ങനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും? ADHD എങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും? ഈ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. നമുക്ക് ആദ്യം ഇതിൻ്റെ 2 ലെവലായിട്ട് കാണാം. ഒന്നൊരു സെൽഫായിട്ട് നമുക്ക് തന്നെ ഒരു അസസ്മെൻറ്റ് നടത്താം. 18 ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം 2 ഭാഗങ്ങളായിട്ട്. പാർട്ട് A എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട 6 ചോദ്യങ്ങളുണ്ട്. ആ 6 ചോദ്യങ്ങളിൽ നിങ്ങൾ നൽകുന്ന ഉത്തരങ്ങൾ എങ്ങനെയാണ്? നെവർ എന്നാണോ, റെയർലി എന്നാണോ, സംടൈംസ് എന്നാണോ, ഓഫൻ എന്നാണോ, അല്ലെങ്കിൽ വെരി ഓഫൻ, ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് എന്നുള്ള ഈ ചോദ്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അതായത് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പ്രോജക്റ്റ് നിങ്ങൾ അസൈൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ഏൽപ്പിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് അത് അവസാനിക്കുന്ന അതിൻ്റെ ഫൈനൽ മൊമെൻറ്റ്സ് അത് കംപ്ലീറ്റ് ചെയ്യാൻ ലാസ്റ്റ് വളരെ വൈൻഡപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്യുന്ന ആ ടാസ്കിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടാറുണ്ട് എന്നുള്ളതിനെ നമ്മൾ ഒരു 5 ഇതിൽ ഏറ്റവും കൂടുതൽ ഇടയ്ക്കൊക്കെയാണോ അല്ലെങ്കിൽ എപ്പോഴും ബുദ്ധിമുട്ടാറുണ്ടോ എന്നുള്ള ലെവലിൽ നമുക്ക് മാർക്ക് ചെയ്യാം. എല്ലാം കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് അളന്ന് മുറിച്ച് നമ്മൾ എടുക്കുന്നിടത്തൊക്കെ എടുത്തു വെച്ച് പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ, ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെയുള്ള ടാസ്കുകൾ ചെയ്യുന്നതിൽ നിങ്ങളുടെ ഒരു ഡിഫിക്കൽട്ടി എത്രത്തോളമാണ്, അല്ലെങ്കിൽ എത്ര ഡിഫിക്കൽട്ടി നിങ്ങൾക്ക് തോന്നാറുണ്ട്? നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അപ്പോയിൻമെൻറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടിക്ക് നിങ്ങൾ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അങ്ങനെയുള്ള സംഭവങ്ങൾ, ഏതെങ്കിലും ഒരു മീറ്റപ്പ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിനെ കാണാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്പോയിൻമെൻറ്റ് നിങ്ങളെങ്ങനെ എത്ര തവണ മറക്കാറുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അതിനെ ഓർത്ത് വെക്കാറുണ്ട്, മറന്നു പോകാറുണ്ട്? ഒരുപാട് ആലോചിച്ച് നമ്മളൊരു പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങാനോ അതല്ലെങ്കിൽ ഭയങ്കര ഡിലേ ആയിട്ട് വരുന്ന സാഹചര്യം, തുടങ്ങാനുള്ള ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ അത് ഭയങ്കര ഡിലേ ആയിട്ട് വരുന്ന സാഹചര്യം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൊതുവേ ഉണ്ടാവാറുണ്ടോ? ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ കൈകൊണ്ട് എന്തെങ്കിലും തട്ടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കാലിങ്ങനെ ഫിജറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമുക്ക് ഒരേ സ്ഥലത്ത് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ അടങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടാവാറുണ്ട്? നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഭയങ്കര ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുക, ഓരോ കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾക്കൊരു നിങ്ങളുടെ ശരീരത്തിലൊരു മോട്ടർ ഘടിപ്പിച്ച പോലെ
എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? ഈ 6 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങളടുത്ത് ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് നിങ്ങൾ നെവർ എന്നാണോ, റെയർലി എന്നാണോ, സംടൈംസ് എന്നാണോ, അല്ലെങ്കിൽ ഓഫൻ, ഇടയ്ക്ക് സംഭവിക്കാറുണ്ട്, വെരി ഓഫൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ സംഭവിക്കാറുണ്ട് എന്നുള്ളതാണോ ഉത്തരം നൽകുന്നത് എന്ന് നോക്കാം. അതിനുശേഷം ഇതിൻ്റെ പാർട്ട് ബി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സ്ട്രാ കോണ്ടെക്സ്റ്റ് നൽകുന്ന ഒരു 12 അഡീഷണൽ ചോദ്യങ്ങളും കൂടെ ഉണ്ട്. ആ ചോദ്യങ്ങൾക്കും ഇതുപോലെ നിങ്ങൾ ഓഫൻ എന്നാണോ നൽകുന്നത് എന്താണ് നിങ്ങൾ കൊടുക്കുന്ന ഉത്തരം എന്നുള്ളത് ശ്രദ്ധിക്കാം. ഈ ചോദ്യങ്ങളിൽ ഒരാളും നെവർ എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കിങ്ങനെ ഒരിക്കലും എല്ലാ കുളത്തിലും നെവർ എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ചില കുളത്തിൽ നെവർ എന്നോ പറയുന്ന ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. പക്ഷേ റെയർലി എപ്പോഴെങ്കിലൊക്കെ സംഭവിക്കാറുണ്ടെന്ന് പറയുന്നവരുടെ എണ്ണം കുറച്ചുകൂടെ ഉണ്ടായിരിക്കും. സംടൈം ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ വെരി ഓഫനായിട്ട് ഉണ്ടാവാറുണ്ട്. ഇതുപോലത്തെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അസസ്മെൻറ്റിൽ നിങ്ങൾക്ക് ADHD ഉണ്ടോ എന്നുള്ള നിങ്ങളുടെ ഒരു അസസ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനിയുള്ളത്, ഇങ്ങനെയുള്ള അസസ്മെൻറ്റ് നിങ്ങൾ നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് ശരിയാണ്, ഇതിൽ ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ ഫങ്ഷനിങ്ങിൽ ADHD ഉണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്, ഞാൻ ഈ അസസ്മെൻറ്റ് നടത്തുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നത് ADHD ഉണ്ടെന്നാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് ഡയഗ്നോസിസ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങളൊരു ക്ലിനീഷ്യൻ, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കണ്ടതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. സെൽഫ് ഡയഗ്നോസിസ് എന്ന് പറയുന്ന കാര്യം തെറ്റാണോ അല്ലെങ്കിൽ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നൊന്നും ഞാൻ പറയില്ല, ഇല്ല എന്ന് അല്ലെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ അത് കൂടുതൽ അഡ്വൈസ്ഡ് അല്ല. ഒരു സൈക്കോളജിസ്റ്റിനെ കാണും. സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ പുറത്തൊരു അസസ്മെൻ്റ് ഉണ്ടാകും, അവരുടെ ഒരു ടെസ്റ്റ് ഉണ്ടാകും. ഇതൊരു ബ്ലഡ് ടെസ്റ്റോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല. ADHD ടെസ്റ്റിന് നിങ്ങൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തെത്തുന്നതിന് മുമ്പ് നിങ്ങളായിട്ട് സ്വയം ചെക്ക് ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററി, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിങ്ങിലും എഡ്യൂക്കേഷൻ്റെ സമയത്തൊക്കെ ഉള്ള നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഒക്കെ എങ്ങനെയാണ്. നമുക്ക് ചിലപ്പം ബാഡ് എക്സ്പീരിയൻസസ് ആണ് ഉണ്ടായിരുന്നത് എന്നുള്ളതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത ഡീസൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് സംസാരിക്കാൻ കംഫർട്ടബിൾ ആണ് എന്നുള്ളതും കൂടെ കൺഫേം ചെയ്യുക. ലൈക്ക് ഓക്കെ, ഇവിടെ ആരൊക്കെ പറയുന്നുണ്ട്, എനിക്കെന്തോ പ്രശ്നമുണ്ട്, ഇപ്പം ഞാൻ ഈ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകണ്ടേ, ഇങ്ങനെയുള്ള പേടികളൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന സമയത്ത് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കയറി സംസാരിക്കേണ്ടത്. ഇനി നിങ്ങളൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റ് ചെക്ക് ചെയ്യുന്ന കാര്യം DSM-5, ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള DSM-5 ഉൾപ്പെട്ടിട്ടുള്ള 18 സിംറ്റംസ് ഉണ്ട് ഒരു ADHD ഉള്ള ആൾക്ക്. അതിൽ 9 ഇനറ്റൻറ്റീവ് കാറ്റഗറിയിൽ വരുന്നതും 9 ഹൈപ്പർ ആക്റ്റീവ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ 2 കാറ്റഗറിയിൽ വരുന്ന 18 സിംറ്റംസ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യണം. ഈ 18 സിംറ്റംസ് അവർ ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ചോദ്യം ചോദിച്ച് ആ ചോദ്യത്തിന് ഉത്തരവുണ്ടോ എന്ന് നോക്കിയിട്ടല്ല. നിങ്ങളോടായിട്ട് സംസാരിച്ച്, നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് സംസാരിച്ച്, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന എക്സ്പീരിയൻസസും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന, ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ പ്രഡോമിനൻ്റ്ലി പുറത്തേക്ക് കാണിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ചെറിയ ബാഡ് മെമ്മറീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, നിങ്ങളുടെ പാസ്റ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നുള്ളൊരു 18 ക്വസ്റ്റ്യൻസ് ഉണ്ട്. DSM-5 ADHDക്ക് സിംറ്റംസ് ആയിട്ട് പറയുന്ന 18 സിംറ്റംസ് ഉണ്ട്. ആ സിംറ്റംസ് നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു സൈക്കോളജിസ്റ്റാണ് ആക്ച്വലി നിങ്ങൾക്ക് ADHD ഉണ്ടോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത്. പൊതുവേ 3 തരത്തിലുള്ള ADHD ഡയഗ്നോസിസ്, അല്ലെങ്കിൽ 3 തരത്തിലുള്ള ADHD ആണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഒന്ന് പ്രിഡോമിനൻ്റ്ലി ഇനറ്റൻറ്റീവ് ആയിട്ടുള്ള ഒരു ADHD ആയിരിക്കും, അല്ലെങ്കിൽ പ്രിഡോമിനൻ്റ്ലി ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ദ കമ്പൈൻ ടൈപ്പ്. രണ്ട് രീതിയിലുള്ള സിംറ്റംസ് കാണിക്കുന്ന ആളുകളുണ്ടാവും. വൺസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഇതുവരെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള പല ചലഞ്ചസിൻ്റെയും ഉത്തരം ഇതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ADHD ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് നിങ്ങളുടെ സാധാരണ രീതിയിലുള്ള ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ADHD ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയാണ് നിങ്ങളുടെ ADHD നിങ്ങളുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് നോർമലായിട്ടുണ്ടാകുന്ന സ്ട്രഗിൾസിനോടൊക്കെ കോപ്പിംഗ് മെക്കാനിസംസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന എക്സിക്യൂഷണൽ ഫങ്ഷനിങ്ങിലുള്ള ചാലഞ്ചസിനൊക്കെ എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്തത്, എനിക്കുണ്ടായിരുന്ന സിംറ്റംസ് എന്താണ്, എങ്ങനെയാണ് എനിക്ക് എൻ്റെ പ്രോബ്ലം ബേസിക്കലി എൻ്റെ ലൈഫിലുണ്ടായിരുന്ന പ്രോബ്ലംസിൻ്റെ റീസൺ ADHD ആണ് എന്നുള്ളത് കണ്ടുപിടിച്ചത് എന്നുള്ളതൊക്കെ നമ്മുടെ വരും വീഡിയോസിൽ പറയും. ആൻഡ് ADHD കുറിച്ചിട്ടും, അത് ADHD ഉള്ള ഒരു ലൈഫിനെ കുറിച്ചും പറയാൻ താല്പര്യമുള്ളവർ ഫോളോ മീ.